ഹായ് ഫ്രണ്ട്സ്, ഞാൻ PS സലാം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒരു വ്യക്തിയുമായി നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് സത്യമാണോ കളവാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ്. മനഃശാസ്ത്രത്തിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഇതില് വളരെ വ്യക്തമായി ഐ മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗവേഷണം നടത്തിയ പണ്ഡിതന്മാർ വളരെ വിശദമായിട്ട് തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരാള് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണിന്റെ ചലനം അത് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് അയാൾ സത്യമാണോ കളവാണോ പറയുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വിഷയം പറയുമ്പോൾ, ഒരു കണ്ട കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പറയുമ്പോൾ അയാളുടെ കണ്ണിന്റെ ആ കൃഷ്ണമണി മേലെ ഇടത് ഭാഗത്തേക്ക് പോകുമെന്നാണ്. അതേ സ്ഥാനത്ത് അയാള് ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഒരു ദൃശ്യത്തെ പറയുന്നത് എങ്കിൽ അയാളുടെ കൃഷ്ണമണി വലത് ഭാഗത്തെ മുകൾ ഭാഗത്തേക്ക് പോകും. അതേപോലെ ഇനി ഒരു കേട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അതും ഇതേപോലെ തന്നെ ഉള്ള കാര്യമാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ ഇടത് ഭാഗത്തെ സെന്റർ ഭാഗത്തേക്ക് പോകും. സെന്റർ ഭാഗത്തേക്ക്, നേരത്തെ പറഞ്ഞത് ഉള്ള കാര്യം വിഷ്വലായ ഒരു കാര്യത്തെ ഇങ്ങനെ ഓർക്കുമ്പോൾ മുകൾ ഭാഗത്തേക്ക് പോകും. രണ്ടാമത്തത് നേരെ വരും. അത് കളവാണ് ആലോചിച്ചുണ്ടാക്കുന്നത് എങ്കിൽ അത് വലത് ഭാഗത്തെ നേരെ വരും. എന്നെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇവൻ പറയുന്നതെങ്കിൽ, ഉള്ള കാര്യത്തെയാണ് അവൻ പറയുന്നതെങ്കിൽ ഈ ഇടത് ഭാഗത്തെ താഴ്ഭാഗത്തേക്ക് അവന്റെ കൃഷ്ണമണി ഇങ്ങനെ മാറും. ഇനിയല്ല, അവന് ഒരു അനുഭവം ഉണ്ടാക്കിയിട്ട് പറയുകയാണ് ഇപ്പോ എങ്കിൽ വലത് ഭാഗത്തെ താഴ്ഭാഗത്തേക്ക് അവന്റെ കൃഷ്ണമണി നീങ്ങുന്നതായി കാണാൻ പറ്റും. നിങ്ങൾ ശരിക്കും വീക്ഷിച്ചു നോക്കിയാല് ഈ സംസാരിക്കുന്ന സമയത്ത് അവന്റെ കണ്ണിന്റെ കൃഷ്ണമണി ഇങ്ങനെ അനങ്ങുന്നതായി കാണാൻ പറ്റും. അപ്പൊ ഇത് സംബന്ധമായി ഗവേഷണം നടത്തിയ പണ്ഡിതന്മാർ ഈ രൂപത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ നമുക്കത് പരീക്ഷിച്ചു നോക്കാം. ഒരു പക്ഷേ NLP കുറിച്ചോ അല്ലെങ്കിൽ ഈ ഐ മൂവ്മെന്റിനെ കുറിച്ചോ കൂടുതൽ അറിയാത്ത ആളുകളാണ് എങ്കിൽ ഒറ്റയടിക്ക് അത് ക്യാച്ച് ചെയ്യാൻ പ്രയാസമായിരിക്കാം. എങ്കിലും നമ്മൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അടുത്തടുത്ത് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നീ ഉള്ള കാര്യം ഇങ്ങനെ ഒന്ന് ഓർത്തു നോക്ക് എന്ന് സുഹൃത്തിനോട് പറഞ്ഞ് അവനിങ്ങനെ ഓർക്കുന്ന സമയത്ത് അവന്റെ കണ്ണിന്റെ മൂവ്മെന്റ് എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റും. അങ്ങനെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് സത്യമാണോ അതോ കൺസ്ട്രക്റ്റീവ് ആണോ എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലെ ഐ മൂവ്മെന്റിനെ കുറിച്ചും മറ്റൊക്കെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നമ്മൾ അവസരം കണ്ടെത്തണം.